നമസ്കാരം, വിനോജിത സോളാർ എക്സ്പെർട്ട് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇടപ്പള്ളി ലുലു മാളിനടുത്തായിട്ട് ഉണിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട്, ഉണിച്ചിറക്കും പത്തിരിപ്പാലത്തിനും ഇടയിലായിട്ടൊരു അശോകൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ സോളാർ കുറച്ചാളെ മുമ്പ് വെച്ച വീടാണ്. നമ്മളവിടെ ഇന്ന് വന്നതാണ്. അശോകനിപ്പോൾ കാര്യമായിട്ട് ബില്ലൊന്നും വരുന്നില്ല. ഒരു ചെറിയ ഒന്ന് രണ്ട് വാടക കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു വീടും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കുള്ളത്. ഒരു 3 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. അതിനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ അശോകൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഈ അദാനിയുടെ പാനലാണ്. അദാനിയുടെ പാനലും അതിൻ്റെ ഒറിജിനലായിട്ടുള്ള സ്ട്രക്ചറും കൂടിയുള്ളൊരു യൂണിറ്റാണ് വെച്ചേക്കുന്നത്. അശോകൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെ അത് വെക്കാൻ സാധിക്കായിരുന്നു. നല്ല സൗകര്യത്തിനാണ്. നമുക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര എളുപ്പമായിട്ടാണ് ഇത് ചെയ്തത്. നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത്. നമ്മൾ ഹൈറ്റ് കുറവായിരുന്നു. ഹൈറ്റ് നമുക്കൊരാൾക്ക് കയറി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ച് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പിന്നെ കുറച്ച് മരങ്ങളൊക്കെ കൂടുതലുള്ള രീതിയാണ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്നാലും അത്യാവശ്യം ഇവരുടെ ആവശ്യമുള്ള പ്രശ്നമൊക്കെ കിട്ടുന്നുണ്ട്. ചെറിയ തണലൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ടാണ് പോകുന്നത്. ഇതിൻ്റെ നമ്മൾ അദാനിയുടെ 540 വാട്ടിൻ്റെ പാനലാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. അത് 6 പാനലാണ് നമ്മൾ വെച്ചത്. എല്ലാ പാനലുകളും നല്ല പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞാൻ അദാനി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പ് കോൺ പോലുള്ള ടൈപ്പ് ടോപ്പ് കോൺ പോലുള്ള മോഡലുകളൊക്കെ അദാനിക്കാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. DCR സർട്ടിഫിക്കേഷൻ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് കുറച്ച് അദാനികൾ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല പ്രൊഡക്ടിവിറ്റിയാണ് കാണുന്നത്. ഇതിന് നല്ല കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. പ്രൊഡക്ടിവിറ്റി മറ്റ് പാനലുകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ടോപ്പ് കോണൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിതിൻ്റെ ഒരു ലൈറ്റിംഗ് അറസ്റ്റർ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ ലൈറ്റിംഗ് അറസ്റ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ തന്നെ ഫ്രെയിമൊക്കെ വെച്ചിട്ട് നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിക്കാണ് തിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഏരിയ സ്പേസൊക്കെ അത്ര ഭംഗിക്കായതുകൊണ്ട് നല്ല ഇതിൽ തന്നെ കിട്ടുന്നത്. ഇതിന് സ്ട്രക്ചറിൻ്റെ പ്രത്യേകതകൾ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത ഇത് റെഡിമെയ്ഡ് സ്ട്രക്ചർ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ ജിയുടെ ആ ഒരു റെഡിമെയ്ഡായിട്ട് വരുന്ന സ്ട്രക്ചറാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം പൈപ്പ് യൂസ് ചെയ്യുന്നതിൽ കുറേ കൂടി സൗകര്യപ്രദമാണ്, ക്വാളിറ്റി കൂടുതലാണ്. പാനലിൻ്റെ ഫിക്സിങ്ങൊക്കെ കുറേ കൂടി കൃത്യമാണ് പൈപ്പ് വെച്ച് ഉണ്ടാക്കുന്നത് ഇതായിട്ട്. പക്ഷേ ഇത് എല്ലായിടത്തും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും ഫിക്സ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ അശോകൻ്റെ ഉള്ള ഇൻവെർട്ടറൊക്കെ വെച്ചാണ് സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിവിടെ 3 കിലോ വാട്ടിൻ്റെ ഇതാണ് വെച്ചാണ്. പാനൽ അദാനിയാണ്. പക്ഷേ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ ഈ വീഗാർഡിൻ്റെ സോൾഡ്രിഗോ എന്ന് പറഞ്ഞ ഒരു 3 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ് വെച്ചേക്കുന്നത്. പിന്നെ CDB DCDB എർത്തിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല പ്രൊഡക്ഷനാണ്. ഈ സോൾഡ്രിഗോ എന്ന് പറഞ്ഞാൽ കുറച്ച് ആംബിയർ കൂടിയൊരു ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മൾ ഈ ബൈഫേഷ്യൽ ടോപ്പ് കോൺ പോലുള്ള പാനലുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആംബിയർ കൂടി ഇൻവെർട്ടറാണ് വെച്ച് കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ACDB DCDB ബാക്കി എനർജി മീറ്ററൊക്കെ അത്രയുണ്ട്. എല്ലാം വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കൊല്ലത്തോളം, ഒരു 8 മാസത്തോളം ആവാറായി നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട്. ഇതുവരെയായിട്ട് ഇപ്പോൾ ബാക്കി വിശേഷങ്ങൾ അശോകൻ ചേട്ടൻ പറയുന്നുണ്ട് വീഡിയോയായിട്ട്. അപ്പോൾ അന്നേരം അറിയാൻ പറ്റും. അശോകൻ ഇവിടെ 2 മീറ്ററാണുള്ളത്. അതുപോലെ മേളിലൊരു റൂമിൽ കുറച്ച് ഭാഗങ്ങൾ വാടക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു മീറ്റർ ഉണ്ട്. അത് കൂടാണ്ട് നമ്മൾ സോളാർ വെച്ചേക്കണ മീറ്റർ ഉണ്ട്. നെറ്റ് മീറ്റർ എന്നാണ് പറയുന്നത് സോളാറിൻ്റെ ഇതിൽ. അതുപോലെ കൂടാണ്ട് ഇവിടെ ഒരു എനർജി മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ അറിയാനുള്ളൊരു മീറ്റർ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ഒരു വർഷം, ഒരു 8 മാസത്തോളമൊക്കെ ആയി. നമ്മൾ വേറെ ട്രബിളുകളൊന്നും അല്ല. ഇടയ്ക്കൊന്നും നമ്മൾ ചെക്ക് ചെയ്ത് പോകും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് വിഷയമല്ല. പിന്നെ അശോകനാണെങ്കിലും ബില്ലൊന്നും മിനിമം വാടക മാത്രം അടച്ചു പോകുന്നു. അപ്പോൾ അവരുടെ ഉപയോഗം അതേപോലെ തന്നെയാണ്. അപ്പോൾ കുറച്ച് പ്രൊഡക്ഷൻ കൂടുതലുണ്ടാവാം, എക്സ്പോർട്ടായി കിടക്കും. ഇവർ മിനിമൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ ഉപയോഗം അധികമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 കിലോ വാട്ട് സഫീഷ്യൻ്റാണ്. നമസ്കാരം. അപ്പം നമ്മൾ ഇന്നുള്ളത് അശോകൻ ചേട്ടൻ്റെ വീട്ടിലാണ്. അശോകൻ ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സോളാർ വെച്ചതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഒക്ടോബർ മാസം കഴിയാറായി. ഇപ്പോഴാണ് നമ്മളിപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അശോകൻ ചേട്ടൻ്റെ ഇവിടുത്തെ സോളാറിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി പോകുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അശോകൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അശോകൻ ചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അവിടെ സോളാർ വെച്ചത് മുതൽ
ഇതുവരെയുള്ള അശോകൻ ചേട്ടൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അശോകൻ ചേട്ടനും ചേട്ടൻ്റെ ചേച്ചി വിജയ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഭാര്യയും അവർ രണ്ടുപേരും ഉള്ളത്. മക്കള് ജോലി ആവശ്യത്തിനൊക്കെ പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ ഇവരുടെ ഉപയോഗമൊക്കെ കൺട്രോൾ ചെയ്താണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് വെച്ചതിന് ശേഷം വളരെ നാമമാത്രമായ തുക മാത്രമാണ് KSE-ബിൽ അടയ്ക്കേണ്ട വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ വളരെ സന്തോഷത്തിലാണ്. അത് കാരണം കരവൈദ്യനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അശോകൻ ചേട്ടൻ്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം സോളാറിനെ കുറിച്ചുള്ള. എൻ്റെ പേര് അശോകൻ എന്നാണ്. ഇതെൻ്റെ വൈഫാണ് വിജയമ്മ. ഞാനിവിടെ അന്തുമുക്കിൽ ലുലുമാൻ്റെ അടുത്തായിട്ട് താമസിക്കുന്നതാണ്. ഞാൻ 2024 ഏപ്രിൽ മാസത്തിൽ സോളാർ പിടിപ്പിച്ചു. 3 വോൾട്ടിൻ്റെ സോളാറാണ് പിടിപ്പിച്ചത്. ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ എനിക്ക് 1700 1800 2000 രൂപയ്ക്കുള്ള ബില്ല് വരുമായിരുന്നു. ഇപ്പം 100 രൂപ 120 രൂപ വെച്ചുള്ള ബില്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാസം വരുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെയും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ 2 വാടകക്കാരുണ്ട്. അവർക്ക് ഞാൻ ഇതിൽ നിന്ന് തന്നെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നേരത്തെ അവരുടെ എല്ലാം കൂടി ചേർന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഒറ്റ ബില്ലായിട്ടാണ് വരുന്നത്. 120 രൂപ. അതിൽ 120 രൂപ 150 രൂപ കൂടുതൽ വരാറില്ല. ഞാൻ ഈ സോളാർ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പത്രപരസ്യം കണ്ടിട്ടാണ് ആദ്യം തന്നെ നോക്കിയത്. പ്രധാനമന്ത്രിയുടെ സൂര്യാഗർ പദ്ധതി പ്രകാരമാണ് ഞാൻ അത് വെച്ച് അത് കോണ്ടാക്ട് ചെയ്തത്. ബിനോജായിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നത് ബിനോജാണ്. എനിക്ക് KSE-ബിയിൽ പോയി കയറി ഇറങ്ങേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഒരു മാസം 45 ദിവസത്തിനുള്ളിൽ സബ്സിഡി ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ആയിട്ടുള്ള 78,000 രൂപ കിട്ടി. ബാക്കി പൈസയാണ് ഞാൻ ചിലവാക്കിയത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പല കാര്യങ്ങൾക്കും മീറ്ററിനും ഇതിനെല്ലാം KSE-ബിയിൽ പോകുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷെ എല്ലാം ബിനോജിൻ്റെ നേതൃത്വത്തിലായ കാരണം ബിനോജ് അതെല്ലാം ശരിയാക്കി തന്നു, സോൾവ് ആക്കി തന്നു. സബ്സിഡിയും അതുപോലെ തന്നെ നേരത്തെ കിട്ടി. അതും ബാങ്കിൽ വന്നു. പെട്ടെന്നെല്ലാം കാര്യങ്ങൾ നടന്നു. ഞാൻ ഈ സോളാർ പിടിപ്പിച്ചിട്ട് ഇപ്പോൾ 6 മാസം ആകാറായി. അതിനിടയ്ക്ക് 3 തവണ ഇവിടെ ബിനോജിൻ്റെ സ്റ്റാഫുകൾ ഇവിടെ വന്ന് സർവീസ് നടത്തുകയും ചെക്ക് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള സർവീസാണ് അവിടെ നടത്തുന്നത്. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു വരാതെ കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ വരുന്നുണ്ട്. ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ KSE-ബി ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണെങ്കിൽ തന്നെ ബിനോജിനോട് പറഞ്ഞാൽ ബിനോജ് അത് സോൾവ് ആയി തരുന്നുണ്ട്. പിന്നെ വേറെ ഇതൊന്നുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഞങ്ങൾക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആള് കുറവായിരുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വീട്ടുകാരും ഈ സോളാർ പിടിപ്പിക്കണമെന്നുള്ളതാണ് അഭിപ്രായം. നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല ഉപകാരമുള്ള സാധനമാണ് ഇത് സോളാർ. ഇപ്പം ഇവിടെ തന്നെ വെച്ചിട്ടും എനിക്ക് വളരെ ഉപകാരമുള്ള സാധനം. നമ്മളെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ. ഇപ്പം സബ്സിഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം 40 ദിവസത്തിനുള്ളിൽ സബ്സിഡി നമുക്ക് കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള. പിന്നെ നല്ല സർവീസ് നല്ല ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബിനോജ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബിനോജിൻ്റെ ടീം നല്ല ടീമാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞ് ഇവിടെ അടുത്ത 2-3 വീടുകളിലും ഇവർ തന്നെ പരിപാടി നടത്തിയിട്ടുണ്ട്, സോളാർ കിട്ടിയിട്ടുണ്ട്. അതും നല്ല രീതിയിൽ. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വീട്ടിലും സോളാർ പിടിപ്പിക്കണമെന്നുള്ളതാണ് അഭിപ്രായം.